അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 27. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് 8 ബാബുകളിൽ കണിശമാണെന്നും കൃത്യം ആണെന്നും അത് കുല്ല് അതിന്റെ അജ്സായിൽ മുൻഹസിറായതുപോലെയാണെന്നും കുല്ലി അതിന്റെ ജുസ്ഇയ്യാത്തിൽ മുൻഹസിറായതുപോലെ അല്ല എന്നുമാണ് ആദ്യമായിട്ട് പറയുന്നത്. വയൻഹസിറുൽ മഖ്സൂദു മിൻ ഇൽമിൽ മആനി ഫീ സമാനിയത്തി അബ്വാബിൻ ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സാഇ ലൽ കുല്ലി ഫിൽ ജുസ്ഇയ്യാത്തി എന്നാണ്. വയൻഹസിറു കൃത്യമാകും, മുൻഹസിറാകും. അൽ മഖ്സൂദ് ഇൽമുൽ മആനി വയൻഹസിറു ഇൽമുൽ മആനി മുൻഹസിറാകും. എന്തെന്ന് അൽ മഖ്സൂദ് മിൻ ഇൽമിൽ മആനി, ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് മുൻഹസിറാകും. അപ്പോൾ ഇൽമുൽ മആനി മഖ്സൂദും മഖ്സൂദ് അല്ലാത്ത ചില കാര്യങ്ങളും കൂടിയതാണ് ഇൽമുൽ മആനി എന്ന അടിസ്ഥാനത്തിലാണ് അൽ മഖ്സൂദ് ശാരിഹ് ബദലായി തഫ്സീർ കൊണ്ടുവന്നത്. ഫീ സമാനിയത്തി അബ്വാബി, 8 ബാബുകളിൽ അത് മുൻഹസിറാകും. 8 ബാബ് ഉൾക്കൊണ്ടതാണ് ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ്. വയൻഹസിറു ഇൽമുൽ മആനി മുൻഹസിറാകും. എന്തെന്ന് അൽ മഖ്സൂദ് മിൻ ഇൽമിൽ മആനി, ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് മുൻഹസിറാകും. ഫീ സമാനിയത്തി അബ്വാബിൻ, 8 ബാബുകളിൽ. 8 ബാബുകൾ അഹ്വാല് ഇസ്നാദുൽ ഖബരി, അഹ്വാലുൽ മുസ്നദ് ഇലൈഹി, അഹ്വാലുൽ മുസ്നദ്, അഹ്വാല് മുതഅല്ലിഖാത്തുൽ ഫിഅൽ, പിന്നെ ഖസ്ർ, ഇൻഷാ, വസ്ൽ, ഫസ്ൽ, ഇജാസ്, ഇത്നാബ്, മുസാവാത്ത്, ഇങ്ങനെ 8 ബാബുകളാണ്. ഈ 8 ബാബുകളിൽ മുൻഹസിറാകും എന്ന് പറഞ്ഞു. ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സാഇ, കുല്ല് അതിന്റെ അജ്സായിൽ മുൻഹസിറാകും പോലെ എന്ന് പറഞ്ഞാൽ അജ്സാഇന്റെ മജ്മൂഇനെ കുല്ല് എന്ന് പറയുകയുള്ളൂ എന്നതുപോലെ ഈ 8 ബാബുകൾക്കും കൂടിയിട്ടാണ് ഇൽമുൽ മആനിയുടെ മഖ്സൂദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൽമുൽ മആനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് ഈ 8 ബാബും കൂടി 8 ബാബിന്റെയും മജ്മൂഇനാണ്. ഓരോ ബാബിലും എന്ത് പറയുകയില്ല, ഇൽമുൽ മആനി എന്നോ അല്ലെങ്കിൽ ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് എന്നോ പറയുകയില്ല. ഒരു കട്ടില് എന്ന് പറയണമെങ്കിൽ അതിന്റെ ആ മജ്മൂഇനാണ്, ആ മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആണികളും മറ്റുള്ള അജ്സാഹ് മുഴുവനും കൂടിയ മജ്മൂഇനെ കട്ടില് എന്ന് പറയുകയുള്ളൂ. അതിന്റെ ഓരോ കഷ്ണത്തിലും ഓരോ അജ്സാഹിലും കട്ടില് എന്ന് പറയുകയില്ല എന്നതുപോലെ ലൽ കുല്ലി ഫിൽ ജുസ്ഇയ്യാത്തി, കുല്ലി അതിന്റെ ജുസ്ഇയ്യാത്തിൽ മുൻഹസിറായതുപോലെയല്ല. കാരണം കുല്ലി ഓരോ ജുസ്ഇന്റെ മേലിലും കുല്ലിയിനെ പറയാൻ പറ്റും. ഇൻസാൻ എന്ന കുല്ലി, സൈദിനെ കുറിച്ച് ഇൻസാൻ എന്ന് പറയാൻ പറ്റും, അംറിനെ പറ്റി ഇൻസാൻ എന്ന് പറയാൻ പറ്റും എന്നതുപോലെ അഹ്വാലുൽ മുസ്നദ് ഇലൈഹി അല്ലെങ്കിൽ അഹ്വാല് ഇസ്നാദുൽ ഖബരി, ഇത് ഓരോ ബാബുകൾക്കും ഇൽമുൽ മആനി എന്ന് പറയുകയില്ല. 8 ബാബുന്റെയും മജ്മൂഇനാണ് എന്ന് പറയുന്നത് ഇൽമുൽ മആനി അല്ലെങ്കിൽ ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ്. പിന്നെ കുല്ലും
കുല്ലിയും കുല്ലിയത്തും തമ്മിലുള്ള ഫർക്ക് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബന്നാനി 1 ജുസ് 411 പേജിൽ ജമ്മുൽ ജവാമി പറയുന്നുണ്ട്, ആമിന്റെ ബഹസിൽ വമദ്ലൂലുഹു കുല്ലിയത്തുൻ ലാ കുല്ലുൻ വലാ കുല്ലിയുൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുല്ലിയത്തും കുല്ലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആമിന്റെ മദ്ലൂല് കുല്ലിയത്താണ്, ലാ കുല്ലുൻ കുല്ലല്ല, വലാ കുല്ലിയുൻ കുല്ലിയുമല്ല. അപ്പൊ കുല്ലൊന്ന് വേറെയാണ്, കുല്ലിയൊന്ന് വേറെയാണ്, കുല്ലിയത്ത് മറ്റൊന്നാണ്. അത് ബന്നാനി 411 പേജിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളവർ അങ്ങോട്ട് പോകാം. പിന്നെ ഈ ദുന്യാവില്ലാതെ 5 കുല്ലിയല്ലേ ഉള്ളൂ. നൗഅ്, ഫസ്ല്, ജിൻസ്, ഖാസ, അർള്, ആമ്. ഇതിൽപ്പെട്ട ഈ ഖാസയും അർള് ആമും അല്ലാത്ത മറ്റു 3 കുല്ലികൾ നൗഉം ജിൻസും ഫസ്ലും. ഇത് ഏതൊരു കുല്ലി എടുത്താലും ആ കുല്ലി അതിന്റെ ജുസ്ഇയ്യിന്റെ ഒരു ജുസ് ആയിരിക്കും. കുല്ലു കുല്ലിയിൻ ജുസ്ഉൻ ലി ജുസ്ഇയ്യിഹി എന്നാണ്. ഏത് കുല്ലിയും അതിന്റെ ജുസ്ഇയ്യിന്റെ ഒരു ജുസ് ആണ്. അതായത് നൗഅ്, ജിൻസ്, ഫസ്ല് എന്ന കുല്ലികൾ. ഇൻസാൻ പോലെ, ഇപ്പൊ ഇൻസാൻ എന്നുള്ളത് അതിന്റെ ജുസ്ഇയ്യാണ്. ഇപ്പൊ ഒരു ഉദാഹരണം സെയ്ദ്. ഈ സെയ്ദ് എന്നതിന്റെ ഒരു ജുസ് ആണേത് ഇൻസാൻ. കാരണം ഇൻസാനും ഇൻസാനല്ലാത്തതും കൂടിയുള്ള മജ്മൂഇനാണ് എന്ത് പറയുന്നത്, സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസാൻ എന്ന കുല്ലിയ് അതിന്റെ ജുസ്ഇയ്യിന്റെ ജുസ് ആണ്. എന്നതുപോലെ തന്നെ ഏതൊരു ജുസ്ഇയ്യും, നൗഅ്, ജിൻസ്, ഫസ്ലിൽപ്പെട്ട ഏതൊരു ജുസ്ഇയ്യും പെട്ട കുല്ലിയ്, നൗഅ്, ജിൻസ്, ഫസ്ല് എന്ന കുല്ലിയിന്റെ ഓരോ ജുസ്ഇയ്യും, നൗഅ്, ജിൻസ്, ഫസ്ല് എന്ന കുല്ലികളുടെ ഓരോ ജുസ്ഇയ്യും അതിന്റെ കുല്ലിയിന്റെ കുല്ലായിരിക്കും. സെയ്ദ് പോലെ. സെയ്ദ് എന്നുള്ളത് ഇൻസാൻ എന്ന കുല്ലിയിന്റെ കുല്ലാണ്. കാരണം ഇൻസാനും ഇൻസാനല്ലാത്തതും കൂടിയതാണ് സെയ്ദ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതേസമയത്ത് ഖാസയും അർള് ആമും അങ്ങനെയല്ല. ഇപ്പൊ ലാഹിഖ് എന്ന കുല്ലിയ്, ആ കുല്ലിയ് അതിന്റെ ജുസ്ഇയ്യായ സെയ്ദിന്റെ എന്തല്ല, ജുസ് അല്ല. അതുപോലെ മാഷി എന്ന കുല്ലിയ് അതിന്റെ ജുസ്ഇയ്യായ സെയ്ദ്, ആ ജുസ് അതിന്റെ ആ സെയ്ദിന്റെ എന്തല്ല, ജുസ് അല്ല, മറിച്ചും അല്ല. അതിരിക്കട്ടെ, അത് ഒരു മുഅ്തരിദായ ജുംല എന്ന നിലക്ക് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇൽമുൽ മആനിയിൽപ്പെട്ട മഖ്സൂദ് 8 ബാബുകളിൽ മുൻഹസിറാണ്. ഒന്നെന്താണ്, അഹ്വാലുൽ ഇസ്നാദിൽ ഖബരിയ്യി, ഇസ്നാദ് ഖബരിയിന്റെ, ഖബരിയായ ഇസ്നാദിന്റെ അഹ്വാലുകൾ 1. വ അഹ്വാലുൽ മുസ്നദി ഇലൈഹി 2. വ അഹ്വാലുൽ മുസ്നദി 3. വ അഹ്വാലു മുതഅല്ലിഖാത്തിൽ ഫീലി, ഫീലിന്റെ മുതഅല്ലിഖാത്തുകളുടെ അഹ്വാലുകൾ 4. വൽ കസിരി വൽ കസുറു വൽ ഇൻഷാഉ, വൽ കസുറു വൽ ഇൻഷാഉ വൽ ഫസ്ലു വൽ വസ്ലു, പിന്നെ വൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാവാത്തു. അഹ്വാലുൽ ഇസ്നാദുൽ ഖബരി 1, അഹ്വാലുൽ മുസ്നദി ഇലൈഹി മറ്റൊന്ന്, മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലുകളാണ് 2. വ അഹ്വാലുൽ മുസ്നദി, മുസ്നദിന്റെ അഹ്വാലാണ് അത് മറ്റൊന്ന് 3. വ അഹ്വാലു മുതഅല്ലിഖാത്തിൽ ഫീലി, ഫീലിന്റെ മുതഅല്ലിഖുകളുടെ അഹ്വാലുകൾ, പിന്നെ
മഫൂല്, ഹാല്, ജാറ്, മജ്റൂർ അതുപോലെ തന്നെ പല മുത്തഅല്ലിഖാത്തുകളും ഫീലിനുണ്ടാവും. ഖസ്ർ 5, വൽ ഇൻഷാഉ 6, വൽ വസ്ലു വൽ ഫസ്ലു 7, വൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാവാത്തു 8 ഈജാസ്, ഇത്നാബ്, മുസാവാത്തു 8. വഇന്ന മൻ ഹസറ ഫീഹ, മഖ്സൂദ് ഈ 8 ബാബുകളിൽ മുൻഹസിറായി. കാരണം ലിഅന്നൽ കലാമ, തീർച്ചയായും കലാമ്, ഇമ്മാ ഖബറുൻ ഔ ഇൻഷാഉൻ, ഒന്നിരിക്കൽ ഖബറായിരിക്കും, ഔ ഇൻഷാഉൻ, അല്ലെങ്കിൽ ഇൻഷാ ആയിരിക്കും. നമ്മൾ പറഞ്ഞത് അതാണ്. വയന്നഹ്സുറുൽ മഖ്സൂദ് മിൻ ഇൽമിൽ മആനി ഫീ 8 അബ്വാബിൻ, 8 ബാബുകളിൽ. ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സായി, കുല്ല് അതിന്റെ അജ്സായിൽ മുൻഹസിറാകും പോലെ എന്ന് പറഞ്ഞാൽ 8 ബാബിന്റെയും മജ്മൂഇന്നാണ് എന്ന് പറയുന്നത് ഇൽമുൽ മആനി എന്ന് പറയുന്നത്. ലൽ കുല്ലി ഫിൽ ജുസ്ഇയാത്തി, കുല്ലി അതിന്റെ ജുസ്ഇയാത്തിൽ മുൻഹസിറാകും പോലെയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ ബാബിനും ഇൽമുൽ മആനി എന്ന് പറയേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുല്ലിയത്ത് എന്നത് ആമിന്റെ ബഹസിൽ ബന്നാനി 411 ജംഉൽ ജവാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മനസ്സിലാകും. കുല്ലും കുല്ലിയത്തും കുല്ലിയും മനസ്സിലായാൽ ജുസുഉം ജുസ്ഇയ്യത്തും ജുസ്ഇയ്യും മനസ്സിലാക്കാവുന്നതാണ്. അഹ്വാലുൽ ഇസ്നാദിൽ ഖബരിയ്യി വ അഹ്വാലുൽ മുസ്നദി ഇലൈഹി വ അഹ്വാലുൽ മുസ്നദി വ അഹ്വാലു മുതഅല്ലിഖാത്തിൽ ഫീലി വൽ ഖസ്റു വൽ ഇൻഷാഉ വൽ ഫസ്ലു വൽ വസ്ലു വൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാവാത്തു. വ ഇന്ന മൻ ഹസറ ഫീഹാ, മഖ്സൂദ് ഈ 8 ബാബുകളിൽ മുൻഹസിറായി. കാരണം ലിഅന്നൽ കലാമ, നിശ്ചയം കലാം, ഇമ്മാ ഖബറുൻ ഔ ഇൻഷാഉൻ, ഒന്നിരിക്കൽ ഖബറാണ് അല്ലെങ്കിൽ ഇൻഷാ ആണ്. ലിഅന്നഹു, തീർച്ചയായും കാര്യം, ലാ മഹാലത്ത, സംശയമേ ഇല്ല, യസ്തമിലു കലാമു, ഉൾക്കൊള്ളും, അലാ നിസ്ബത്തിൻ താമത്തിൻ ബൈന ത്വർഫൈനി ഖായിമത്തിൻ ബിനഫ്സിൽ മുതകല്ലിമി, മുതകല്ലിമിന്റെ നഫ്സിൽ നേരത്തെ ഖായിമായ ഒരു താമായ, 2 തർഫിന്റെ ഇടയിൽ താമായ ഒരു നിസ്ബയുടെ മേൽ എന്താവും, കലാമു ഉൾക്കൊള്ളും. അതായത് ഒരാൾ സയ്യിദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ സയ്യിദ് ഖായിമാണെന്ന് പറയണമെങ്കിൽ സയ്യിദ് ഖായിമാണെന്നുള്ള ആ സംഗതി, ആ മഅന ആദ്യം ഇവന്റെ നഫ്സിൽ ഖായിമാവണം. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. അപ്പോൾ നഫ്സിൽ ഖായിമായ ഈ നിസ്ബ പുറത്തേക്ക് ഇവൻ കൊണ്ടുവന്നു. സയ്യിദുൻ ഖായിമുൻ എന്ന് പറയുന്നിടത്ത് സയ്യിദിലേക്ക് ഖിയാമിനെ ചേർക്കുന്നുണ്ട്. അത് ആദ്യം ഇവന്റെ നഫ്സിൽ ഖായിമാണ്. നഫ്സിൽ ഖായിമായ ഈ നിസ്ബയെ അവൻ ഹിക്കായത്ത് ചെയ്യുകയാണ്. സയ്യിദുൻ ഖായിമുൻ, മുതകല്ലിമിന്റെ നഫ്സിൽ ഖായിമത്തായ 2 തർഫിന്റെ ഇടയിൽ ഉള്ള താമായ ഒരു നിസ്ബന്റെ മേൽ ഉൾക്കൊള്ളും. വഹിയ, നിസ്ബ എന്ന് പറഞ്ഞാൽ തഅല്ലുഖു അഹദി ശൈഇനി ബിൽ ആഖിരി, 2 ഷൈഇൽ നിന്ന് ഒന്ന് മറ്റേതിനോട് ബന്ധിക്കലാണ്. ബിഹൈസു യസിഹു സുക്കൂത്തു അലൈഹി, ആ തഅല്ലുക്കിൽ സുക്കൂത്തിന് പറ്റുന്ന നിലക്ക്. അതായത് ഈ കലാം അങ്ങോട്ട് പറഞ്ഞാൽ മുത്തക്കല്ലിമിന് സുക്കൂത്തിന് അത് പറ്റും. ഇനി അവിടെ പൂർണ്ണമാകാത്തൊരവസ്ഥയല്ല, കലാം അവിടെ പൂർണ്ണമായി, ഇനി ഒന്ന് മുഖാത്തബിനോട് പറയേണ്ടതില്ല എന്നർത്ഥം. അതേസമയത്ത് സയ്യിദുൻ എന്ന് മുബ്തദ മാത്രം പറഞ്ഞാൽ മുഖാത്തബ് ഇങ്ങനെ പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കും ഖബർ പറയുന്നതിലേക്ക്. അപ്പൊ ഖായിമുൻ എന്നങ്ങോട്ട് പറയേണ്ടി വരും, സാക്കിത്താകാനായിട്ടില്ല.
ഇവിടെ കലാമിന്റെ റുക്നുകൾ പൂർണ്ണമായതുകൊണ്ട് മുത്തക്കല്ലിമിന് സാക്കിത്താവാൻ പറ്റും. അപ്പൊ സുക്കൂത്തിന് പറ്റുന്ന നിലക്ക് രണ്ട് ഷൈഇൽ നിന്ന് ഒന്ന് മറ്റതുമായി ബന്ധിക്കലാണ്. അത് സവാവുങ്കാന ഈജാബൻ, ആ തഅല്ലുക്ക് ഈജാബുടേതാവട്ടെ, ഔ സൽബൻ അല്ലെങ്കിൽ സെൽബുടേതാവട്ടെ, ഔ ഗൈറുഹുമ അത് രണ്ടും അല്ലാത്തതാവട്ടെ. ഈജാബോ സൽബുടേത് ഖബറിലും അല്ലാത്തത് ഇൻഷായിലുമാണ്. ആ ഗൈറുഹുമ ഏതുപോലെ കമാഫിൽ ഇൻഷാഇയാത്തി, ഇൻഷാഇയായ കലാമുകളിൽ ഉള്ളതുപോലെ. വ തഫ്സീറുഹ ഈ നിസ്ബക്ക് തഫ്സീർ പറയൽ ബി ഈഖാഇൽ മഹ്കൂമി ബിഹി അലൽ മഹ്കൂമി അലൈഹി, മഹ്കൂമു ബിഹിയെ മഹ്കൂമു അലൈഹിയുടെ മേൽ സുബൂത്താക്കലുകൊണ്ട് തഫ്സീർ പറയൽ. ഔ സൽബിഹി അൻഹു അല്ലെങ്കിൽ മഹ്കൂമു അലൈഹിയെ തൊട്ട് മഹ്കൂം ബിഹിയെ സെൽബ് ചെയ്യലുകൊണ്ട് തഫ്സീർ പറയൽ ഖതഉൻ ഫീ ഹാദൽ മഖാമി, ഈ തഖ്സീം ചെയ്യുന്നോടത്ത് അത് പിഴവാണ്. കാരണം ലിഅന്നഹു ലാ യശ്മലു നിസ്ബത്ത ഫിൽ കലാമിൽ ഇൻഷാഇയ്യ കലാമിലുള്ള നിസ്ബയെ അത് ഉൾക്കൊള്ളിക്കുകയില്ല. കാരണം ഈഖാഉൽ മഹ്കൂമു ബിഹി അലൽ മഹ്കൂമു അലൈഹിയും സൽബുൽ മഹ്കൂമു ബിഹി അലൽ മഹ്കൂമി അലൈഹിയും ഏതിലില്ല? ഇൻഷാഇയ്യായ കലാമിൽ ഇല്ല. ഫലാ യസിഹു തഖ്സീമു, അപ്പൊ ഖബർ പിന്നെ കലാം ഖബറാണ് ഇൻഷാ ആണ് എന്ന തഖ്സീമ് സഹിയാവുകയില്ല. ഇനി പറയാൻ പോകുന്നത് മനസ്സിലായല്ലോ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി. എന്ത്? ലിഅന്നൽ കലാമ ഇമ്മാ ഖബറുൻ ഔ ഇൻഷാഉൻ ലിഅന്നഹു കലാമു ലാ മഹാലത്ത, സംശയമില്ല, യസ്തമിലു അലാ നിസ്ബത്തിൻ താമത്തിൻ ബൈന തുറഫൈനി, രണ്ട് തുറഫിന്റെ ഇടയിൽ പൂർണ്ണമായ ഒരു നിസ്ബയുടെ മേൽ ചുറ്റും. എങ്ങനത്തെ നിസ്ബയാണ്? ഖായിമത്തിൻ ബിനഫ്സിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിന്റെ നഫ്സിൽ നേരത്തെ ഖായിമായ. കാരണം സൈദും ഖായിമുൻ എന്ന് പറയണമെങ്കിൽ ആദ്യം ഇവന്റെ മുത്തക്കല്ലിമിന്റെ നഫ്സിൽ ആ നിസ്ബ വേണം, നഫ്സിയായ ഒരു നിസ്ബ. വഹിയ തഅല്ലുഖു അഹദി ശൈഇനി ബിൽ ആഖിരി, നിസ്ബ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ശൈഇ മറ്റതിനോട് ബന്ധിക്കൽ. ബിഹൈസു യസിഹു സുക്കൂത്തു അലൈഹി, അതിന്റെ മേൽ സുക്കൂത്തിற்கு പറ്റുന്ന നിലക്ക് ബന്ധിക്കാം, അവിടെ അടങ്ങി നിൽക്കാൻ കഴിയും. മുത്തക്കല്ലിമിന് ഇത് സംസാരിച്ചതിന് ശേഷം അടങ്ങി ഒതുങ്ങി നിൽക്കാൻ കഴിയും. മറ്റവൻ ഇനി ഒന്ന് പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലാണ്, മുഖാത്തബ് ഒന്നും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലാണ്. ആ തഅല്ലുക്ക് ഈജാബുടേതാവട്ടെ അല്ലെങ്കിൽ സൽബുടേതാവട്ടെ, അത് ഖബരിയായ കലാമിലാണ് ഈജാബും സൽബും ഉണ്ടാവുക. ഔ ഗൈറുഹുമാ അല്ലെങ്കിൽ അത് രണ്ടും അല്ലാത്തതാവട്ടെ, കമാഫിൽ ഇൻഷാഇയാത്തി ഇൻഷാഇയായ കലാമുകളിൽ ഉള്ളതുപോലെ. എന്നാൽ ഈ നിസ്ബക്ക് തഫ്സീർ പറയൽ ബി ഈഖാഇൽ മഹ്കൂമി ബിഹി അലൽ മഹ്കൂമി അലൈഹി, മഹ്കൂമു ബിഹിയെ മഹ്കൂമു അലൈഹിന്റെ മേൽ സുബൂത്താക്കലുകൊണ്ട്, അതായത് നിസ്ബ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കൽ. ഔ സൽബിഹി അന്നു മഹ്കൂമു അലൈഹിയെ തൊട്ട് മഹ്കൂമു ബിഹിയെ സെൽബ് ചെയ്യലുകൊണ്ട് തഫ്സീർ പറയൽ, നിസ്ബ സംഭവിച്ചിട്ടില്ല. ആ തഫ്സീർ ഇവിടെ പറ്റുകയില്ല. കാരണം അത് ഇൻഷാഇയ്യ കലാമിലുള്ള നിസ്ബയെ ഉൾക്കൊള്ളിക്കുകയില്ല. ഫലാ യസിഹു തഖ്സീമു, അപ്പോൾ കലാമ് ഖബറാണ് അല്ലെങ്കിൽ ഇൻഷാ ആണ് എന്ന തഖ്സീമ് ഇവിടെ സഹിയാവുകയില്ല. ഇനി പറയാൻ പോകുന്നത്, മുസന്നിഫ് പറയാൻ പോകുന്നത്, ഒരു കലാമിന് ആ കലാമിന് നിസ്ബക്ക് ഒരു ഖാരിജിയായ നിസ്ബ ഉണ്ടാവുകയും ഈ കലാമിയായ നിസ്ബ ആ ഖാരിജിനോട് ഒക്കുകയും ചെയ്യും, ഒക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഖാരിജിയായ നിസ്ബ ഉണ്ടാവുകയാണെങ്കിൽ അത് ഖബറാണെന്നും, ഖാരിജിയായ നിസ്ബ ഇല്ല എങ്കിൽ ഇൻഷാ ആണും എന്നാണ് മുസന്നിഫ് പറയാൻ പോകുന്നത്. മുസന്നിഫിന്റെ കലാമ് മനസ്സിലാക്കുന്നത്
കലാമിന്റെ നിസ്ബക്ക് ഒരു ഖാരിജ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സയ്യിദ് ഖായിമാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നഫ്സുൽ അംറിൽ ഈ സയ്യിദ് ഒരുപക്ഷെ ഖായിമാകും, അല്ലെങ്കിൽ ഖായിമല്ലാതെ ആകും. ഇതാണ് ആ ഖാരിജയ നിസ്ബ. ആ നിസ്ബയോട്, ഈ ഖാരിജിലുള്ള ഈ സംഭവത്തോട് കലാമിൽ പറഞ്ഞ നിസ്ബ വെക്കുകയും ചെയ്യാം. സയ്യിദ് ഖായിമാണെന്നൊരാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമും ആണ് എങ്കിൽ ഈ നിസ്ബ, കലാമിയായ നിസ്ബ എന്തായി? ഖാരിജിയായ നിസ്ബയോട് മുത്താബക്കത്തുണ്ടായി. അല്ലെങ്കിൽ ഒക്കാതിരിക്കാം. സയ്യിദ് ഖായിമാണെന്നാണ് ഒരാൾ പറഞ്ഞത്, ഖാരിജിയായ നിസ്ബ എന്താണ്? യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമല്ല. ഇത് അപ്പോൾ കലാമിയായ നിസ്ബ ഖാരിജിയായ നിസ്ബയോട് ഒത്തിട്ടില്ല. ഇനി ഒരാൾ സെൽബിയായ ഖദിയയാണ് പറഞ്ഞത്, സയ്യിദ് ഖായിമല്ല, യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമുമല്ല. അപ്പോൾ വാക്കിനോട് അവിടെ ഒത്തും. സയ്യിദ് ഖായിമല്ല എന്നൊരാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണ് താനും. അപ്പോൾ വാക്കിനോട് ഒത്തിട്ടില്ല. ഏതായാലും ഈ കലാമിയായ നിസ്ബക്ക് യഥാർത്ഥത്തിൽ ഒരു ഖാരിജ് ഉണ്ടെങ്കിൽ, കാരണം സയ്യിദ് ഖായിമാണെന്ന് ഒരാൾ പറയുമ്പോൾ ഈ സയ്യിദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്നിരിക്കൽ ഖായിമായിരിക്കും, അല്ലെങ്കിൽ ഖായിമല്ലാത്തവനായിരിക്കും. ഈ കലാമിയായ നിസ്ബ ആ ഖാരിജിനോട് ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ഖാരിജിയായ നിസ്ബ ഉണ്ടെങ്കിൽ ആ കലാമ് ഖബറാണെന്നും, അങ്ങനെ ഇല്ല എങ്കിൽ, ഒരു ഖാരിജിയായ നിസ്ബ ഇല്ല എങ്കിൽ അത് ഇൻഷാ ആണെന്നുമാണ്, ഇൻഷാഇയായ കലാമ് ആണെന്നാണ് മുസന്നിഫ് പറയുന്നത്. എന്നാൽ ശാരിഹ് റഹ്മഹുല്ലാ പറയുന്നു, ഇൻഷാ ആയ കലാമിനും നിസ്ബ ഉണ്ട് എന്നും, ഇൻഷാഇയായ കലാമിന്റെ നിസ്ബക്ക് ഒരു ഖാരിജ് ഉണ്ട് എന്നും, കലാമിയായ നിസ്ബ ആ ഖാരിജിനോട് ഒക്കലും ഒക്കാതിരിക്കലും ഉണ്ട് എന്നും. പക്ഷെ ഇൻഷായിൽ കലാമിയായ നിസ്ബ ഖാരിജിനോട് ഒക്കലിനെ കസദില്ല എന്നും, ഖബറിൽ കലാമിയായ നിസ്ബ ഖാരിജിനോട് ഒക്കൽ കസദുണ്ട് എന്നുമാണ് ഷാരിഹ് തഹ്ഖീഖ് പറയുന്നത്. മുസന്നിഫിന്റെ കലാമിന്റെ ലാഹിർ, ഇൻഷായിയായ കലാമിന്റെ നിസ്ബക്ക്, ആ കലാമിയായ നിസ്ബക്ക് ഒരു ഖാരിജ് ഇല്ല എന്നും, ഖാരിജ് തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഖാരിജിനോട് ഒക്കലും ഒക്കാതിരിക്കലും അവിടെ പറയേണ്ടതില്ല. അതായത് കലാമിയായ നിസ്ബ ഖാരിജിയായ നിസ്ബയോട് ഒക്കുകയും ഒക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഖാരിജിയായ നിസ്ബ ഇല്ല എന്നാണ് മുസന്നിഫ് തങ്ങളുടെ ദഅവ. ശാരിഹ് തങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഇൻഷാഇയായ നിസ്ബക്ക് ഒരു ഖാരിജുണ്ട്, ആ ഖാരിജിനോട് ഈ ഇൻഷാഇയായ നിസ്ബ ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം എന്നാണ് ശാരിഹ് തങ്ങൾ പറയുന്നത്. അതായത് ഇൻഷാഇയായ ഒരു കലാമാണ് ഹൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ, അതുപോലെ തന്നെ കും നീ നിക്ക് എന്നൊക്കെ പറയുന്നത്. ഈ ഹൽ സയ്യിദുൻ ഖായിമുൻ എന്നതിലെ കലാമിയായ നിസ്ബ എന്താണ്? മുഖാത്തബിൽ നിന്ന് ഫഹ്മിനെ തേടലാണ്. സയ്യിദിലേക്ക് ഖിയാമിലെ ചേർക്കൽ അവിടെ ഉണ്ട്. സയ്യിദ് ഖായിമാണോ, അതാണ് നിസ്ബ. ആ നിസ്ബന്റെ ത്വലബാണ് ഇവിടത്തെ ലക്ഷ്യം. ഹൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ. ഈ കലാമിൽ ഒരു കലാമിയാ നിസ്ബന്ദ മുഖാത്തബിൽ നിന്ന് ഫഹ്മിനെ തേടൽ. കും എന്ന ലഫ്ലിൽ കും നീ നിക്ക്, അതിൽ ഖാരിജിയ കലാമിയാ നിസ്ബന്ദാണ് മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തേടൽ. ഹൽ സയ്യിദുൻ ഖായിമുൻ എന്ന് ഒരാൾ പറഞ്ഞാൽ സയ്യിദ് ഖായിമാണോ അല്ലേ എന്ന് ഇവന് അറിയണം. അതാണ് ലക്ഷ്യം. ആ കലാം അറിയിക്കുന്നത് അതാണ്. പക്ഷെ അതിൽ എന്തുണ്ട്? കലാമിയായ നിസ്ബയുണ്ട്. കും എന്നതിലും കലാമിയായ നിസ്ബയുണ്ട്. എന്താ? ഖിയാമിനെ തേടൽ.
അതിൽ എന്ത് ഒരു ഖാരിജിയായ നിസ്ബയും ഉണ്ട് എന്നാണ് ശാരിഹ് തങ്ങൾ പറയുന്നത്. ഖാരിജ നിസ്ബ എന്താണ്? ഹൽ സയ്യിദുൻ ഖായിമുൻ എന്നതിൽ നഫ്സിലുള്ള മനസ്സിലുള്ള ഈ മുഖാത്തബിൽ നിന്ന് ഒരു ഫഹ്മിനെ തേടൽ അവന്റെ മനസ്സിലുണ്ട്. ഹൽ സയ്യിദുൻ ഖായിമുൻ എന്ന കലാമിൽ മുഖാത്തബിൽ നിന്ന് ഒരു ഫഹ്മിനെ തേടും പോലെ ഇത് പറയുന്നതിന്റെ മുമ്പ് തന്നെ അവന്റെ മനസ്സിൽ എന്തുണ്ടാകും? സയ്യിദ് ഖായിമാണോ എന്നൊരു തേട്ടം അവന്റെ നഫ്സിൽ ഉണ്ടാകും. അതാണ് ഖാരിജിയ നിസ്ബ എന്നും. അതുപോലത്തെ കും എന്ന കലാമിൽ ഇൻഷായിയായ ഒരു ജുംലയാണല്ലോ അത്. ഇൻഷായിയായ കലാമാണ്. അതിന്റെ ഖാരിജിയ നിസ്ബ എന്താ? മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തലബ് ചെയ്യൽ, തേടൽ, ആവശ്യപ്പെടൽ. അതിൽ ഖാരിജിയ നിസ്ബ മനസ്സിലുള്ള ഒരു ഖിയാമിന്റെ തലബ്. അപ്പോൾ അൽ സയ്യിദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ ഉള്ളത് തന്നെയാണോ ആ പറഞ്ഞത് എങ്കിൽ ഈ കലാമിയായ നിസ്ബ ഖാരിജ നിസ്ബിനോട് ഒത്തു. മനസ്സിലില്ലാത്തതാണ് ആ പറഞ്ഞതെങ്കിൽ മനസ്സിൽ മറ്റൊന്നാണ്, അവന്റെ മനസ്സിലുള്ളത് മറ്റൊന്നാണ്, പറഞ്ഞത് ഹൽ സയ്യിദുൻ ഖായിമുൻ എന്നുമാണ്. മനസ്സിലുള്ളത് എന്ത്? സയ്യിദ് ഖായിമാണോ എന്ന മുഖാത്തബിൽ നിന്ന് ഫഹ്മിനെ തലബ് ചെയ്യലല്ല. നഫ്സിലുള്ളത് മറ്റൊന്നും പറഞ്ഞത് മറ്റൊന്നും ആകുമ്പോൾ കലാമിയ നിസ്ബ ഖാരിജ നിസ്ബിനോട് ഒത്തിട്ടില്ല. അതുപോലെ തന്നെ നീ നിക്ക്, അല്ലെങ്കിൽ നീ അടിക്ക്. ഇവിടെ കലാമിയ നിസ്ബ എന്താണ്? എന്നതിൽ മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ ആവശ്യപ്പെടലാണ്, അവൻ നിൽക്കണം എന്നതാണ്. അപ്പോൾ അത് ഖാരിജ നിസ്ബ എന്താ? മനസ്സിലുള്ള ഒരു ഖിയാമിനെ ആവശ്യപ്പെടൽ. ഈ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ഉള്ളതെങ്കിൽ ഈ കലാമിയ നിസ്ബ ഖാരിജ നിസ്ബിനോടൊത്തു. ഇനി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലുള്ളത് മറ്റൊന്നാണ്, നിൽക്കരുതെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്. ഏതായാലും ഇതല്ല, നിക്ക് എന്നത് അല്ല എങ്കിൽ കലാമിയ നിസ്ബ ഖാരിജ നിസ്ബിനോട് ഒത്തിട്ടും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ശാരിഹ് തങ്ങൾ പറയുന്നത് ഇൻഷായിയായ കലാമിലുള്ള നിസ്ബക്ക് ഒരു ഖാരിജുണ്ട്. ആ ഖാരിജിനോട് കലാമിയ നിസ്ബ ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം എന്നാണ്. മുസന്നിഫിന്റെ കലാമിന്റെ ലാഹിർ അങ്ങനെയല്ല. എന്താ? നിസ്ബക്ക് ഖാരിജ് ഇല്ലെങ്കിൽ, അതായത് മഖ്സൂദായ കലാമിയ നിസ്ബ യോജിക്കുന്ന ഒരു ഖാരിജ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ യോജിക്കാത്ത ഖാരിജ് ഇല്ലെങ്കിൽ, അതായത് ഖാരിജുമില്ല മുത്താബക്കത്തും ഇല്ല എന്നാണ് മുസന്നിഫിന്റെ കലാമിൽ നിന്ന് ലാഹിറാകുന്നത്. തഹ്ഖീഖ് അങ്ങനെ അല്ല എന്നാണ്. എന്നിട്ട് ഇത് തമ്മിലുള്ള ഫർക്ക് ശാരിഹ് തങ്ങൾ പറയുന്നു. ഇൻഷാ ഖബറിന്റെ ഇടയിലുള്ള ഫർക്ക്, ഖബരിയായ കലാമിൽ ഈ ഖാരിജിയായ നിസ്ബയെ ഖസദുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണ്, ആ സയ്യിദ് ഖായിമാണ് എന്നതിനെ അറിയിക്കലാണ് സയ്യിദുൻ ഖായിമുൻ എന്ന കലാം കൊണ്ടുള്ള ലക്ഷ്യം. ഒരാൾ സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണെന്ന് അറിയിക്കലാണ് അവരുടെ ലക്ഷ്യം. അത് സാദിഖാകുമ്പോൾ, കാദിബാവുമ്പോൾ പിന്നെ അവൻ കളവ് പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്തല്ല സയ്യിദ് ഖായിമല്ല, എന്നിട്ട് സയ്യിദ് ഖായിമാണ്. അപ്പൊ ഖാരിജ നിസ്ബനോട് ഒത്തിട്ടില്ല, കലാമിയ നിസ്ബ ഖാരിജ നിസ്ബനോട് ഒത്തിട്ടില്ല. അത് കദിബാവുമ്പോൾ അങ്ങനെയും പറയും. ഏതായാലും നഫ്സുൽ അംറിലുള്ള ഒരു സംഭവത്തെ ഹിക്കായത്ത് ചെയ്യലാണ് ഖബരിയായ കലാം കൊണ്ടുള്ള ലക്ഷ്യം. ഇൻഷായിയായ കലാം കൊണ്ടുള്ള ലക്ഷ്യം എന്തല്ല? നഫ്സുൽ അംറിൽ ഹാസിലായ ഒരു സംഭവത്തെ ഹിക്കായത്ത് ചെയ്യലല്ല, മറിച്ച് ഒരു സംഭവം അപ്പോൾ ഉണ്ടാക്കലാണ്. അൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ എന്ന് അറിവിനെ തേടലാണ്. ഇത് സംഭവിച്ചതായ ഒരു കാര്യത്തെ ഹിക്കായത്ത് ചെയ്യലല്ല. ഇതിരിബിനി അടിക്ക്, മുമ്പ് കഴിഞ്ഞുപോയ ബിൽഫീലിൽ കഴിഞ്ഞുപോയൊരു സംഭവത്തെ എന്തല്ല ഇവിടെ എടുത്തു ഉദ്ധരിക്കലല്ല.
പിന്നെ ഖിയാമിനെ തേടലാണ് എന്നാണ് ഇൻഷാ കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഖബറും ഇൻഷാവും തമ്മിലുള്ള ഫർക്ക് ഷാരിഹ് പറയുന്നത് രണ്ട് കലാമിനും നിസ്ബയുണ്ട്, രണ്ട് കലാമിനും ഖാരിജിയ നിസ്ബയുണ്ട്. അത് ആ ഖാരിജിയ നിസ്ബയോട് കലാമിയ നിസ്ബ ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഖബറിൽ ഉള്ള ഖസദ് ഈ ഖാരിജിയാണ്, ഇൻഷായിലുള്ള ഖസദ് ഈ കലാമുമാണ്. ഈ കലാമിൽ ആവശ്യപ്പെടുന്ന നിസ്ബയാണ്, കലാമ് തേടുന്ന നിസ്ബയുമാണ് എന്നാണ്. ഇതാണ് ഇവിടെ തഹ്ഖീഖ് എന്ന് ഷാരിഹ് പറയുന്നുണ്ട്. ഇനി എന്താവാം, മുസന്നിഫിന്റെ കലാമിനെ ഷാരിഹിന്റെ തഹ്ഖീഖ് പോലെ അർത്ഥം വെക്കാവുന്നതുമാണ്. ഏതായാലും ആവട്ടെ. കാരണം ഫൽ കലാമു, അപ്പോൾ കലാമ്, ഇൻകാനലി നിസ്ബത്തിഹി ഖാരിജുൻ, അതിന്റെ നിസ്ബക്ക് ഒരു ഖാരിജ് ഉണ്ടെങ്കിൽ, ഫി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് സമാനുകളിൽ നിന്ന് ഒന്നിൽ ഒരു ഖാരിജ് ഉണ്ടെങ്കിൽ, അതായത് ഖാരിജ് എന്ന് പറഞ്ഞാൽ ഖാരിജിയായ നിസ്ബ എന്നർത്ഥം. അതിന് ഖാരിജ് എന്ന് പറയാൻ കാരണം നഫ്സുൽ അംറിൽ ഉള്ളത് കൊണ്ട് അതിന് ഖാരിജ് എന്ന് പറഞ്ഞതാ. ഖാരിജുൻ, ഒരു ഖാരിജിയായ നിസ്ബ ഉണ്ടെങ്കിൽ, ഫി അഹദിൽ അസ്മിനത്തി സലാസത്തി, മൂന്ന് സമാനുകളിൽ നിന്ന് ഒരു സമയത്ത്, അതായത് യഖൂനു ബൈന ത്വർഫൈനി ഫിൽ ഖാരിജി, ഖാരിജിൽ രണ്ട് തർഫിന്റെ ഇടയിൽ ഉണ്ടായാൽ, നിസ്ബത്തു സുബൂത്തിയത്തുൻ, സുബൂത്തിയത്തായ ഒരു നിസ്ബയോ, ഔ സൽബിയത്തുൻ, ഒരു സൽബിയായ നിസ്ബയോ ഖാരിജിൽ യഥാർത്ഥത്തിൽ ഉണ്ടായാൽ. ഫിൽ ഖാരിജി എന്ന് പറഞ്ഞ ഖാരിജും മുസന്നിഫ് പറഞ്ഞ ഖാരിജും രണ്ടും രണ്ടാണ്. മുസന്നിഫ് പറഞ്ഞ ഖാരിജ് ഖാരിജിയായ നിസ്ബയെ പറ്റിയാണ്. ഷാരി പറഞ്ഞ ഫിൽ ഖാരിജ് എന്ന് നഫ്സുൽ അംറിൽ, യഥാർത്ഥത്തിൽ എന്ന അർത്ഥത്തിലാണ്. അപ്പോ യഥാർത്ഥത്തിൽ ആ നിസ്ബ ഉള്ളത് കൊണ്ടാണ് നിസ്ബക്ക് ഖാരിജ് എന്ന് പറയാനുള്ള കാരണം. അയ്യക്കൂനു ബൈന ത്വർഫൈനി, രണ്ട് തർഫിന്റെ ഇടയിൽ ഉണ്ടായാൽ, ഫിൽ ഖാരിജ് യഥാർത്ഥത്തിൽ നഫ്സുൽ അംറിൽ ഉണ്ടായാൽ, നിസ്ബത്തു സുബൂത്തിയത്തുൻ, സുബൂത്തിയത്തായ ഒരു നിസ്ബയോ, ഔ സൽബിയത്തുൻ, അല്ലെങ്കിൽ സൽബിയത്തായ ഒരു നിസ്ബയോ, സയ്യിദുൻ ഖായിമുൻ, അല്ലെങ്കിൽ സയ്യിദുൻ ലൈസ ബിഖായിമിൻ, തുതാബിഖുഹു ഐ തുതാബിഖു തിൽക്കൻ നിസ്ബത്തു ദാലിക്കൽ ഖാരിജ. എങ്ങനത്തെ ഖാരിജിയായ നിസ്ബയാണ്? ഈ കലാമിയായ നിസ്ബ യോജിക്കും, ദാലിക്കൽ ഖാരിജ, ആ ഖാരിജിനോട് യോജിക്കും. അങ്ങനത്തൊരു ഖാരിജിയായ നിസ്ബ ഉണ്ടായാൽ അതെങ്ങനെ? വിഅയ്യകൂന സുബൂത്തിയൈനി, അങ്ങനല്ലേ? വിഅയ്യകൂന സുബൂത്തിയൈനി ഔ സൽബിയൈനി, ബിഅയ്യകൂന, ഈ ഖാരിജിയായ നിസ്ബയും കലാമിയായ നിസ്ബയും രണ്ടും ആവുക. സുബൂത്തിയൈനി, അത് രണ്ടും സുബൂത്തിയാവുക. ഔ സൽബിയൈനി, അല്ലെങ്കിൽ എന്താണ്? രണ്ടും സൽബിയാവുക. ഔ ലാ തുതാബിഖുഹു, അല്ലെങ്കിൽ ഈ ഖാരിജ് കലാമിയ നിസ്ബ എന്തല്ല, ഖാരിജിനോട് യോജിക്കുകയില്ല. അങ്ങനത്തെ ഖാരിജിയ നിസ്ബ ഉണ്ടായാൽ, ബി അൻ തകൂന നിസ്ബത്തുൽ മഫ്ഹൂമത്തു മിനൽ കലാമി, കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബ ആവലുകൊണ്ട്, സുബൂത്തിയത്തൻ, സുബൂത്തിയാവലുകൊണ്ട്, വല്ലത്തി ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിലുള്ളതാക ഖാരിജില്, വൽവാക്കി, വാക്കിയിലും സൽബിയത്തൻ, സൽബിയാക. കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബ എന്താണ്? സുബൂത്തിയത്വം. ഖാരിജിൽ അത് രണ്ട്. വല്ലത്തി ബൈനഹുമാ ഫിൽ ഖാരിജി, വല്ലത്തി ഒരു നിസ്ബ, ബൈനഹുമ രണ്ട് തർഫിന്റെ ഇടയിലുള്ള ഒരു നിസ്ബ, ഫിൽ ഖാരിജി വൽ വാക്കി, യഥാർത്ഥത്തിലും നഫ്സുൽ അംറിലും ഉള്ള ആ ഒരു നിസ്ബ സൽബിയത്തൻ, സൽബിയത്തുമാണെങ്കിൽ,
ഔ ബിൽ അക്സി അലി അക്സ് കൊണ്ടായി. എന്താണ്? കലാമിയ നിസ്ബ സൽബിയും ഖാരിജിയ നിസ്ബ എന്തുമായി? സുബൂത്തിയത്തുമായാൽ ഫഖബറുൻ ഐ ഫൽ കലാമു ഖബറുൻ, കലാമ് ഖബറാണ്. അപ്പോൾ മുസന്നിഫ് പറയുന്നത് കലാമിയ നിസ്ബക്കൊരു ഖാരിജിയ ഉണ്ടാവുക, ആ ഖാരിജിയ നിസ്ബയോട് കലാമിയ നിസ്ബ വെക്കുക. സയ്യിദുൻ ഖായിമുൻ എന്ന കലാമിൽ എന്നറിയപ്പെടുന്ന നിസ്ബണ്ട് സയ്യിദ് ഖായിമാണ്. അതേപോലെ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ സയ്യിദ് ഖായിമായിരിക്കും, ഖായിമാവാതിരിക്കും. അതാണ് ഈ ഖാരിജിയായ നിസ്ബ എന്ന് പറയുന്നത്. ആ നിസ്ബയോട് ഒക്കുമ്പോൾ അത് ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം. ഒക്കുമ്പോൾ അത് സാദിക്കായി, ഒക്കാത്തപ്പോൾ കാദിബുമായി എന്ന് മാത്രം. പക്ഷെ അങ്ങനെ ഉള്ള ഇതിനാണ് എന്ത് പറയുന്നത്? ഖബർ എന്ന് പറയുന്നത്. ഫൽ കലാമു ഖബർ, അപ്പോൾ കലാമു ഖബറാണ്. അപ്പൊ സിദ്ഖിനുക്കും കദിബിനുക്കും ഇഹ്തിമാലാവുന്ന ഭാഗത്തിലൂടെയാണ് ഖബർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ദസൂക്കി പറയുന്നു ഐമിന്നൈസു ഇഹ്തിമാലുഹു ലിസ്ദിഖി വൽ കദിബി ലിമാ തഖററ അന്നൽ മുറക്കബത്താമൽ മുഹ്തമില ലിസ്ദിഖി വൽ കദിബി. സിദ്ഖിനുക്കും കദിബിനുക്കും ഇഹ്തിമാലുള്ള മുറക്കബുത്താമ് അത് യുസമ്മ ഖബറൻ എന്ന് പറയും. ദസൂക്കി 166 പേജിൽ പറയുന്നുണ്ട്. മിൻഹൈസു ഇഹ്തിമാലുഹു ലഹുമ, സിദ്ഖിനുക്കും കദിബിനുക്കും ഇഹ്തിമാലുള്ള ഭാഗത്തിലൂടെ. ഒമിന്നൈസു ഇസ്തിമാലുഹു അലൽ ഹുക്മി, അതൊരു ഹുക്കുമിന്റെ മേൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ഭാഗത്തിലൂടെ ഖളിയത്തുൻ എന്ന് പേര് പറയും. ഖളിയത്തൻ യുസമ്മ ഖളിയത്തൻ, അതിന് ഖളിയത്ത് എന്ന് പേര് പറയും. ഒമിന്നൈസു ഇഫാദത്തുഹുൽ ഹുക്മ ഇഖ്ബാറൻ, ഇഖ്ബാർ എന്നും പറയും, ഹുക്മിനെ ഫായിദ വെപ്പിക്കുന്ന ഭാഗത്തിലൂടെ. ഒമിന്നൈസു കൗനുഹു ജുസ്അൻ മിനദ് ദലീലി, ദലീലിൽപ്പെട്ടൊരു ജുസ്ആൻ എന്ന നിലയ്ക്ക് യുസമ്മ മുഖദ്ദിമത്തൻ എന്നും പറയും. ഖിയാസിൽപ്പെട്ടൊരു ജുസ്ആൻ സൂറയോ കുബ്രയോ ആയി വരാൻ പറ്റുന്നതായതുകൊണ്ട്. ഒമിന്നൈസു കൗനുഹു യുത്ലബു ബിദ്ദലീലി, ദലീല് കൊണ്ട് തേടപ്പെടുന്നതാണെന്ന ഭാഗത്തിലൂടെ മത്ലൂബ് എന്ന് പറയും. ഒമിന്നൈസു കൗനുഹു യഹ്സുലു മിനദ് ദലീലി, ദലീലിൽ നിന്ന് ഹാസിലാവുന്ന ഭാഗത്തിലൂടെ അത് നത്തീജത്തൻ എന്ന് പറയും എന്നൊക്കെ ദസൂക്കിൽ പറഞ്ഞിട്ടുണ്ട്. സംഗതി അവിടെ എന്താണ്? ദാത്ത് സാധനം വന്നാണെങ്കിലും ഇബാറത്തുകൾ പല വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് ഖബർ എന്ന് പറയും, ചിലപ്പോൾ ഖളിയ എന്ന് പറയും, ചിലപ്പോൾ എന്താണ് ഇഖ്ബാർ എന്ന് പറയും, ചിലപ്പോൾ ദലീലിന്റെ ഒരു ജുസ് ആണെന്ന് പറയും, ചിലപ്പോൾ മത്ലൂബാണെന്ന് പറയും, ചിലപ്പോൾ നത്തീജയാണ്. ഇതൊക്കെ ഖബർ തന്നെയാണ്, സാധനം ഒന്നാണത്. ഇല്ല, അവിടെ ഇല്ല എന്ന് അങ്ങനെ അല്ലെങ്കിൽ, ഈ അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നിസ്ബക്ക് ഖാരിജില്ലെങ്കിൽ, ഒരു മുക്കയ്യതും 2 കൈതുമാണ് അവിടെ ഉള്ളത്. നിസ്ബ മുക്കയ്യത്, 2 കൈത് ഖാരിജും. ആ ഖാരിജിനോട് ഈ നിസ്ബ വക്കലും വക്കാതിരിക്കലും. ഇല്ല അങ്ങനെയല്ലെങ്കിൽ, ഐ ഇല്ലം യകുല്ലി നിസ്ബത്തിഹി ഖാരിജുൻ, കലാമിന്റെ നിസ്ബക്കെന്തില്ല, ഖാരിജില്ല. കദാലിക്ക അപ്രകാരം എന്ന് വെച്ചാൽ ഖാരിജിനോട് ഒക്കുന്ന നിസ്ബ ഇല്ല, അല്ലെങ്കിൽ ഒക്കാത്ത നിസ്ബ ഇല്ലെങ്കിൽ ഫ ഇൻഷാഉൻ, അതിന്റെ പേര് ഇൻഷാ ആണ്. അപ്പൊ മുസന്നിഫിന്റെ കലാം അറിയിക്കുന്നത് ഇൻഷാഇയ കലാമിന് ഖാരിജില്ല എന്നും, അതായത് കലാമിയ നിസ്ബ ഖാരിജിനോട് ഒക്കുന്ന നിലക്കുള്ള ഖാരിജില്ല, ഖാരിജ് തന്നെ ഇല്ല, എന്നിട്ടല്ലേ ഒക്കലും വെക്കാതിരിക്കലും. പക്ഷേ ഒത്തഹിക്കീക്കുദാലിക്ക, യഥാർത്ഥത്തിൽ ഇവിടെ ഷാരിഹിന്റെ വ്യാഖ്യാനപ്രകാരം തഹ്ഖീഖ് പ്രകാരം ഇൻഷാഇയായ ജുംലക്ക് ഖാരിജുണ്ട്, ഖാരിജിയ നിസ്ബയുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഹൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ എന്നതിന് കലാമിയ നിസ്ബന്ത മുഖാത്തബിൽ നിന്ന് ഫഹ്മിനെ തലബ് ചെയ്യൽ. ആ തലബ് അവന്റെ നഫ്സിലും ഉണ്ടെങ്കിൽ ഖാരിജിയ നിസ്ബയുണ്ട്. കലാമിയ നിസ്ബ ഖാരിജിയ നിസ്ബിനോട് ഒക്കുകയും ചെയ്തു. പക്ഷെ അൽ സയ്യിദുൻ ഖായിമുൻ എന്താണ് അവൻ ചൊല്ലിയത്, മനസ്സിലുള്ളത് മറ്റൊന്നാണെങ്കിൽ
ഈ കലാമിയ നിസ്ബ ഖാരിജിനോട് ഒത്തിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ കും എന്ന് പറഞ്ഞാൽ ഈ നിക്ക്, അവിടെ കലാമിയ നിസ്ബ എന്താ? മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തലബ് ചെയ്യൽ. ഇത് അവന്റെ മനസ്സിലും ഉണ്ടെങ്കിൽ മനസ്സിലും ഉള്ളത് അത് തന്നെയാണ്, നഫ്സിൽ ഉള്ളതും അത് തന്നെയാണ്. അതാണ് അവിടുത്തെ ഖാരിജ നിസ്ബ. നേരത്തെ ഉള്ള നിസ്ബയാണത്. കും എന്ന ലഫ്ലിന് അവൻ മൊഴിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ നഫ്സിലുള്ള ഒരു സംഭവമാണത്. അതാണ് അതിന് ഖാരിജ നിസ്ബ എന്ന് പറയാൻ കാരണം. അതും അവന്റെ മനസ്സിൽ ഉള്ളതും അങ്ങനെ തന്നെയാണെങ്കിൽ ഈ കലാമിയ നിസ്ബ ഇൻഷാഇയ കലാമിലുള്ള കലാമിയ നിസ്ബ എന്തായി? ഖാരിജ നിസ്ബയോടൊത്തു, നഫ്സിലുള്ള നിസ്ബയോടൊത്തു. കും എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിലുള്ളത് മറ്റൊന്നാണ്, നിക്കണ്ട എന്നാണ്, അല്ലെങ്കിൽ ഇരിക്ക് എന്നാണ് മനസ്സിലുള്ളത്. അവൻ നഫ്സിലുള്ള നിസ്ബ ഒന്ന് വേറെയാണ്, കലാമിയ നിസ്ബ ഒന്ന് വേറെയാണ്. അപ്പൊ ഒത്തിട്ടില്ല. ഷാരിഹിന്റെ വാദപ്രകാരം അതാണ്. എന്ത്? ഇൻഷായ കലാമിന് നിസ്ബയുണ്ട്, ആ നിസ്ബയോട് ഖാരിജ നിസ്ബയുണ്ട്, ആ നിസ്ബയോട് കലാമിയ നിസ്ബ വെക്കുകയും ചെയ്യാം, വെക്കാതിരിക്കുകയും ചെയ്യാം. പിന്നെ തമ്മിലുള്ള ഫർക്ക് എന്താണ്, വ്യത്യാസം എന്താണ്? ഇൻഷായിൽ ഒരു സംഭവത്തെ ഹിക്കായത്ത് ചെയ്യലല്ല, ഖാരിജ നിസ്ബയെ ഹിക്കായത്ത് ചെയ്യലല്ല. ഖബറിൽ ഖാരിജ നിസ്ബയെ ഹിക്കായത്ത് ചെയ്യലാണ്. അത് ചിലപ്പോൾ സിദ്ഖാവും, ചിലപ്പോൾ കദിബാവും എന്ന് മാത്രം. തഹ്ഖീഖു ദാലിക, ഈ പറഞ്ഞതിന്റെ തഹ്ഖീഖ് ശാരിഹി റഹിമഹുള്ള വ്യാഖ്യാനിക്കുന്നു. അന്നൽ കലാമ, കലാമ് ഇമ്മ അൻ തകൂന നിസ്ബത്തുഹു, ഒന്നിരിക്കില്ല കലാമിന്റെ നിസ്ബയാവാം, ബിഹൈസു തഹ്സുലു മിനൽ ലഫ്ളി, ലഫ്ളിൽ നിന്ന് ഉണ്ടാകുന്ന നിലക്കാവാം. അപ്പോൾ നിസ്ബ ലഫ്ളിൽ നിന്നാണ് ഹാസിലാകുകയാണ്, നേരത്തെ ഉള്ളതല്ല. വയക്കൂനു ലഫ്ളു മൂജദല്ലഹ, ലഫ്ള് അതിനെ ഉണ്ടാക്കുന്നതുമാവാം. മിന്നോരി കസിദിൻ ഇലാ കൗനിഹി, ആ കലാമ് ആവലിലേക്ക് കരുത്തുകൂടാതെയായ നിലയിൽ, ദാലൻ അലാ നിസ്ബത്തിൻ ഹാസിലത്തിൻ ഫിൽ വാഖി ബൈന ശൈഇനി, രണ്ട് ശൈഇന്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഉള്ളതായ ഒരു നിസ്ബന്റെ മേൽ കലാമ് അറിയിക്കുന്നതാകലിലേക്ക് കസദ് കൂടാതെ, അതായത് നഫ്സിൽ ഉള്ള ആ ഖാരിജിയ നിസ്ബയുടെ മേൽ ഈ കലാമ് അറിയിക്കൽ കസദില്ല. കലാമിൽ എന്തുണ്ട്? ഒരു ഖാരിജിയ നിസ്ബയുണ്ട്, മനസ്സിൽ ഒരു നിസ്ബയുണ്ട്. കും എന്ന് പറയുമ്പോൾ, ഈ നിക്ക് എന്ന് പറയുമ്പോൾ, നിക്ക് എന്ന് ഉള്ള ആ നിസ്ബ ഈ കലാമിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിന് അടിക്ക്, അവിടെ അടിയെ തലബ് ചെയ്യൽ ഈ ലഫ്ളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്, മറ്റൊന്നിൽ നിന്നല്ല അത് ലഭിക്കുന്നത്. അതേസമയത്ത് സെയ്ദ് കായിമായാൽ, അൽ സെയ്ദുൻ കായിമുൻ എന്ന് ഖബരിയ കലാമില് സെയ്ദ് കായിമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും അവിടെ സെയ്ദ് യഥാർത്ഥത്തിൽ എന്തായിരിക്കും? കായിമ തന്നെയായിരിക്കും, അല്ലെങ്കിൽ കായിമല്ലാത്തവനായിരിക്കും. അടിക്ക് എന്ന് പറയുമ്പോൾ അടിയെ നെറുബിനെ തലബ് ചെയ്യൽ ഈ കലാമു കൊണ്ടേ ലഭിക്കുകയുള്ളൂ. അവിടെ മനസ്സിൽ ഒരു നിസ്ബ ഉണ്ടെങ്കിലും ആ നിസ്ബയിലേക്ക് ഈ കലാമ് അവിടെ അറിയിക്കൽ കസദില്ല, മുത്തക്കല്ലിമിന് കസദില്ല. ഖാരിജ നിസ്ബയുടെ മേൽ അറിയിക്കൽ കസദില്ലാതെയാകുമ്പോൾ ആ ഖാരിജ നിസ്ബയോട് ഈ കലാമ് ഒക്കൽ അവിടെ ഏതായാലും കസദുണ്ടാവുകയില്ലല്ലോ. അപ്പൊ മുത്താബക്കത്തിന് കസദില്ല എന്നർത്ഥം ഏതില്? ഇൻഷായില്. അതാണ് ഷാരി പറയുന്നത്, വതഹ്ഖീഖു ദാലിക അന്നൽ കലാമ, കലാമ് ഇമ്മ അൻ തകൂന നിസ്ബത്തുഹു, ആ കലാമിന്റെ നിസ്ബയാവാം, ബിഹൈസു തഹ്സുലു മിനൽ ലഫ്ളി, ആ നിസ്ബ ലഫ്ളിൽ നിന്ന് ഉണ്ടാവുന്ന നിലക്കാവാം. വയക്കൂനൽ ലഫ്ളു ഇമ്മ അൻ തകൂന, വയക്കൂനൽ ലഫ്ളു ലഫ്ളായേക്കാം, മൂജിദല്ലഹ ആ നിസ്ബയെ ഉണ്ടാക്കുന്നതായേക്കാം, മിൻ ഗൈരി ഖസ്ദിൻ ഇലാ കൗനിഹി, ആ ലഫ്ള് അല്ലെങ്കിൽ കലാമ് ആ ലഫ്ള് ആവലിലേക്ക് കരുത്തുകൂടാതെ, ദാലൻ അറിയിക്കുന്നതാവലിലേക്ക് കസദ് കൂടാതെ, അലാ നിസ്ബത്തിൻ ഹാസിലത്തിൻ ഫിൽ വാഖി ബൈന ശൈഇനി, രണ്ട് ശൈഇന്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഉള്ളതായ ഒരു നിസ്ബയുടെ മേൽ അറിയിക്കുന്നതാകലിലേക്ക് കസദ് കൂടാതെ. അതാണ് പറഞ്ഞത്.
അൽ സയ്യിദുൻ ഖായിമുൻ. ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? സയ്യിദ് ഖായിമാണെന്ന് അറിവിനെ തേടൽ തന്നെയാണ്. ഈ കലാമൻ എന്തിന്റെ മേൽ അറിയിക്കുന്നുണ്ടെങ്കിലും അറിയിക്കൽ അവിടെ കസദില്ല. അവന്റെ നഫ്സിയായ തലബിന്റെ മേൽ അറിയിക്കൽ ഇവിടെ മുത്തക്കല്ലിമിനെന്തില്ല, കസദില്ല. നഫ്സിയായ തലബ് നിസ്ബയുടെ മേൽ അറിയിക്കൽ കസദില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കിട്ടി? കലാമിലുള്ള നിസ്ബ ഖാരിജിയ നഫ്സിലുള്ള നിസ്ബയോട് വക്കലും വക്കാതിരിക്കലിനെയും ഏതായാലും കസദുണ്ടാവുകയില്ല. വഹുവൽ ഇൻഷാഉ, അങ്ങനെയുള്ള കലാമാണ് ഇൻഷാ. ഔ തകൂന നിസ്ബത്തു, അതാണ് ഇൻഷാ. അപ്പോൾ ഇൻഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൽ സയ്യിദുൻ ഖായിമുൻ, സയ്യിദ് ഖായിമാണോ എന്ന് ഫഹ്മിനെ തേടൽ ഈ കലാമ് കൊണ്ട് തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു സംഭവത്തെ ഹിക്കായത്ത് ചെയ്യലല്ല, മറ്റൊരു സംഭവത്തിന്റെ മേൽ അറിയിക്കൽ ഈ കലാമിൽ കസദില്ല. എന്നല്ലാതെ അൽ സയ്യിദുൻ ഖായിമുൻ എന്നതിന് ഖാരിജ നിസ്ബയില്ല എന്നോ ആ ഖാരിജ നിസ്ബയോട് ഈ കലാമിയ നിസ്ബ ഒക്കുകയില്ല എന്നോ ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ അതിലേക്ക് കസദില്ലാത്തതാണ് ഇൻഷാ. ഔ തകൂന നിസ്ബത്തുഹു, അല്ലെങ്കിൽ ആ കലാമിന്റെ നിസ്ബയാവാം, ബിഹൈസു യുഖ്സദു, കരുതപ്പെടുന്ന നിലക്കാവാം, അന്നലഹാ നിസ്ബത്തുൻ ഖാരിജിയത്തുൻ, ആ കലാമിനൊരു ഖാരിജ നിസ്ബയുണ്ട്. തുതാബിഖുഹു, ആ ഖാരിജ നിസ്ബ എന്താണ്? ഈ നിസ്ബത്തുൻ തുതാബിഖുഹു ഔ ലാ തുതാബിഖുഹു, ആ കലാമിയ നിസ്ബ ഖാരിജ നിസ്ബനോട് ഒക്കും അല്ലെങ്കിൽ ഒക്കാതിരിക്കും. വഹുവൽ ഖബറു, അതാണ് ഖബർ. കാരണം സയ്യിദുൻ ഖായിമുൻ തന്നെ. ലിഅന്ന നിസ്ബത്തൽ മഫ്ഹൂമത്ത മിനൽ കലാമി, കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബ അൽ ഹാസിലി, ലിഅന്ന നിസ്ബത്തൽ മഫ്ഹൂമത്ത മിനൽ കലാമി അൽ ഹാസിലത്ത ഫി ദിഹിനിൽ ഹാസിലായ കലാമ് സയ്യിദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ ആ നിസ്ബ ദിഹിനിൽ ഹാസിലാകും. ലാ ബുദ്ദ അൻ തകൂന ബൈന ശൈഇനി, ആ നിസ്ബ രണ്ട് ഷൈഇന്റെ ഇടയിൽ ആവൽ കൂടാതെ കഴിയുകയില്ല. കാരണം നിസ്ബ എന്ന് പറയുമ്പോൾ അത് രണ്ട് ഷൈഇന്റെ ഇടയിലാവണം. വമഅ ഖത്ഇൻ നദിരി അനി ദിഹിനി, ദിഹിനിൽ ഹാസിലായ ആ നിസ്ബയെ തൊട്ട് ഖത്ഇൻ നദറോടുകൂടെ ലാ ബുദ്ദ വഅൻ യകൂന ബൈന ഹാദൈനി ശൈഇനി, ആ രണ്ട് ഷൈഇന്റെ ഇടയിൽ ഉണ്ടാവൽ കൂടാതെ കഴിയുകയില്ല. വഅൻ യകൂന എന്ന് പറഞ്ഞ വാവ് സായിദയാണെന്നാ പറയുന്നത്. വമാ ഖത്ഇൻ നദരി അനി ദിഹിനി, ദിഹിനിൽ ഹാസിലായ ആ നിസ്ബയാണ് മാറ്റിവെച്ചാൽ ഈ കലാമിയായ നിസ്ബ ഉണ്ടല്ലോ, ആ നിസ്ബ ലാ ബുദ്ദ വഅൻ യകൂന ബൈന ഹാദൈനി ശൈഇനി, ആ രണ്ട് ഷൈഇന്റെ ഇടയിൽ ഉണ്ടാകൽ കൂടാതെ കഴിയുകയില്ല. ഫിൽ വാഖി, യഥാർത്ഥത്തിൽ നിസ്ബത്തുൻ സുബൂത്തിയത്തുൻ, ഒരു സുബൂത്തിയ നിസ്ബ കൂടാതെ കഴിയൂല. അതെങ്ങനെയാണ്? ബി അൻ യകൂന ഹാദാദാക്ക, ഇത് അതാവലുകൊണ്ട് ഇതാകുന്നത് അതാണ്. ഔ സൽബിയത്തുൻ, അല്ലെ ഒരു സൽബിയ നിസ്ബ, ബി അല്ലാ യകൂന ഹാദാദാക്ക, ഇത് അതല്ല എന്ന് പറയാം. അലാത്തറ, നിനക്ക് കണ്ടൂടെ, അന്നക്ക നീ ഇദാ ഖുൽത, നീ പറഞ്ഞാൽ സയ്യിദുൻ ഖായിമുൻ എന്ന് നീ പറഞ്ഞാൽ സയ്യിദ് ഖായിമാണ്. ആ കലാം എന്നറിയിക്കുന്നു ഫഇന്നൽ ഖിയാമ ഹാസിലുൻ ലിസയ്യിദിൻ, യഥാർത്ഥത്തിൽ ഖിയാമ് സയ്യിദിലേക്ക് ഹാസിലാണെന്ന് അറിയിക്കുന്നു. ഖബർ സാദിക്കാവുമ്പോൾ, ഇവൻ സത്യം പറയുന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണ്. ആ യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണെന്നുള്ളതാണ് ഇവിടെ ഖാരിജ നിസ്ബ. സവാകുൽന, നമ്മൾ പറയട്ടെ, കാദിബാകുമ്പോൾ അപ്പോൾ വാക്കിനോട് ഒത്തു, ഖാരിജ നിസ്ബയോട് കലാമിയ നിസ്ബ ഒത്തു. ഇനി കാദിബാമുൽ സയ്യിദ് ഖായിമല്ല എന്നിട്ട് സയ്യിദ് ഖായിമാണെന്നാണ് പറഞ്ഞതെങ്കിൽ അത് കാദിബാണ്. അപ്പോൾ എന്താണ്? അവിടെ ഒത്തിട്ടില്ലാതെ മാത്രം. സവാകുൽന, നമ്മൾ പറയട്ടെ, ഇന്നൻ നിസ്ബത്ത, നിസ്ബ എന്ന് പറഞ്ഞ സാധനം മിനൽ ഉമൂരിൽ ഖാരിജിയത്തി, അത് ഖാരിജിയായ കാര്യങ്ങളിൽ പെട്ടതാണെന്ന് പറയട്ടെ. അത് ഹുക്മായിന്റെ മദ്ഹബാണ്. നിസബിയായ അയറാദുകളൊക്കെ അതിന് വജൂദുണ്ട്, ഖാരിജിൽ ഒരു തഹഖുഖുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഔ ലൈസത്ത് മിന്ന, അല്ലെങ്കിൽ എന്താണ് ഖാരിജിയായ പിന്നെ
എന്താണ് അന്ന നിസ്ബത്ത് ഖാരിജ ഉമൂറുകളിൽ പെട്ടതാണെന്ന് പറയട്ടെ, ഔ ലൈസത്ത് മിന്ന, അല്ലെങ്കിൽ ഖാരിജ ഉമൂറുകളിൽ പെട്ടതല്ല, ഇഅ്തിബാരിയായ ഉമൂറുകളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് മൗജൂദാണ് അല്ലെങ്കിൽ മൗജൂദല്ല എന്ന് പറയട്ടെ പറയാതിരിക്കട്ടെ, അത് പിന്നെ അഹ്ലുസുന്നത്തും ഹുക്മാവും തമ്മിലുള്ള ഖിലാഫാണ്. അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എങ്ങനെ പറഞ്ഞാലും നിസ്ബ എന്നുള്ളത് ഖാരിജിയായ ഉമൂറുകളിൽ പെട്ടതാണ്, അതായത് മൗജൂദായ വസ്തുക്കളിൽ പെട്ടതാണ്, അല്ല ഇഅ്തിബാരിയാണ് എന്ന് മറ്റൊരു തർക്കം. അങ്ങനെ പറയട്ടെ പറയാതിരിക്കട്ടെ, എന്തുണ്ട് സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സയ്യിദ് യഥാർത്ഥത്തിൽ ഖായിമാണെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം ആ യഥാർത്ഥത്തിൽ ഖായിമാണ് എന്നതാണ് ഇവിടെ ഖാരിജിയ നിസ്ബ. വഹാദ യഥാർത്ഥത്തിൽ ഖായിമാണ് എന്ന് പറഞ്ഞല്ലോ, അതാണ് മഅനാ വുജൂദിൻ നിസ്ബത്തിൽ ഖാരിജിയത്തി, ഖാരിജിയ നിസ്ബ ഉണ്ട് എന്നതിന്റെ അർത്ഥം അതാണ്. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം.